ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കണം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് 1 പോട്ട് പെരി പെരി ചിക്കൻ റൈസ് ആട്ടോ. അപ്പോൾ നമ്മളിത് ഒരു പാത്രത്തിലാണ് എല്ലാ സ്റ്റെപ്സും ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പാത്രത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് സബോളയും ക്യാപ്സിക്കും ക്യൂബായിട്ട് അരിഞ്ഞതിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. അതിലോട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും അതേപോലെ തന്നെ വറ്റൽമുളക് ഇടണം. വറ്റൽമുളകാണ് നമ്മുടെ ഇത് മെയിൻ ഡിഷ്. അതുകൊണ്ട് തന്നെ മെയിൻ ഐറ്റം. അതുകൊണ്ട് നമ്മളത് അത്യാവശ്യം തന്നെ ഇട്ടിട്ട് വേണം ഇളക്കാനായിട്ട്. അത് സോട്ടായി വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് ചിക്കൻ ക്യൂബും അതേപോലെ തന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് വാടി പച്ചമുളക് മാറി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ഇതിനെ ചൂടാറാൻ വേണ്ടി വെക്കാം. എന്നിട്ട് അതിന് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഈ പേസ്റ്റ് പോലെ അരച്ചെടുത്ത ഇതാണ് നമ്മുടെ പെരി പെരി മസാല. ഈ പെരി പെരി മസാലയിൽ നിന്ന് പകുതി എടുത്ത് നമ്മൾ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക, പകുതി മാറ്റി വയ്ക്കുക. ഈ പകുതി മാറ്റി വയ്ക്കാനായിട്ട് മറന്നു പോകില്ല കേട്ടോ. എന്നിട്ട് അതേ പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നന്നായിട്ട് അടച്ച് വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് അതൊക്കെ കോരിയതിന് ശേഷം അതേ പാത്രത്തിലോട്ട് തന്നെ വീണ്ടും കുറച്ച് നെയ്യ് ഒഴിച്ച് സബോള ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. ഈ സബോള നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് അതിൽ കുറച്ച് കെച്ചപ്പ് ആഡ് ചെയ്യുക. ഇത് രണ്ടായിട്ട് മിക്സ് ആവുമ്പോൾ നമ്മൾ മാറ്റി വെച്ച പെരി പെരിയുടെ ബാക്കിയുള്ള മസാല എടുത്ത് ഇതിലോട്ട് ഇടാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഈ പെരി പെരി മസാലയുടെ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് സോട്ടായി വരുന്ന പച്ചമണൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ ഒരു ചിക്കൻ ക്യൂബും കൂടി ഇതിലോട്ട് ഇടാം. അപ്പോൾ നമ്മുടെ ഇതിൽ ചിക്കൻ ക്യൂബ് ഇടുന്നതുകൊണ്ട് തന്നെ ഉപ്പൊക്കെ അതിനനുസരിച്ച് വേണം നമ്മൾ ഇടാനായിട്ട്. എന്നിട്ട് ഞാൻ ഒരു മന്തി റൈസ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ഇതിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് റൈസിലോട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ചൊന്ന് റെഡി ആയി കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. പിന്നെ നമുക്ക് ഉപ്പ് ഇനി വേണോ വേണ്ടെന്നുള്ളതൊക്കെ നോക്കിയിട്ട് ഉപ്പ് ഇടാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാ റൈസും ബിരിയാണിക്ക് റൈസും ഒക്കെ വേവിക്കുന്ന പോലെ തന്നെയാണ് വേവിക്കേണ്ടത്. അതേപോലെ 70% വേവായതിനു ശേഷം നമുക്ക് തുറന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്നും കൂടെ അടച്ച് വെച്ച് ഒരു 5 to 10 minutes അടച്ച് വെച്ച് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെക്കാം. അതിട്ട് നമുക്ക് ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒരു 10 minutes ഓഫ് ചെയ്ത് നന്നായിട്ട് സീൽ ചെയ്ത് വെക്കണേ. അങ്ങനെ നമ്മുടെ പെരി പെരി റൈസ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ.